ഹായ് ഹലോ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് നേപ്പാൾ സീരീസ്. ആദ്യമായിട്ട് തന്നെ ഇതൊരു 5 to 6 months ബാക്ക് ഞങ്ങൾ പോയൊരു ട്രാവൽ വീഡിയോ ആണേ. പോയിട്ട് വന്ന ഉടനെ തന്നെ ഇടണമെന്നുണ്ടായിരുന്നു, ബട്ട് എന്തോ മടി കാരണം അങ്ങനെ പോയി. ഇപ്പോൾ തോന്നി എന്തായാലും ഇത് ഇട്ടേക്കാം, കാരണം കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ് വീണ്ടും എടുത്ത് കാണാമല്ലോ. നേപ്പാളിലേക്ക് എത്താൻ ഒത്തിരി വഴിയുണ്ടെങ്കിലും ഞങ്ങൾ പോയത് ട്രിവാൻഡ്രം കൊച്ചുവേളി ടു ഗോരഖ്പൂരിലോട്ട് പോകുന്ന രപ്തിസാഗർ എക്സ്പ്രസ്സിലാണ് കേട്ടോ. ഞങ്ങൾ പോയത് സ്ലീപ്പറിലാണ്. ആരെങ്കിലും ഫാമിലിയായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്ലീപ്പർ എടുക്കരുത് ആ ഒരു ട്രെയിനിൽ. എനിക്ക് ബാക്കിയുള്ള ട്രെയിനിൻ്റെ കാര്യം അറിയത്തില്ല, ബട്ട് ആ ഒരു ട്രെയിനിൽ സ്ലീപ്പർ എടുക്കരുത്. അതിൽ AC ആയിരിക്കും, ഇല്ലെങ്കിൽ ബൈ എയർ ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം വളരെ മോശമായിട്ടുള്ള അനുഭവമായിരുന്നു. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്താണ് കാരണം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ രാവിലെ എനിക്ക് തോന്നുന്നൊരു 4:40 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് 6:30 ഇതേ കാണാമല്ലോ, 4:41. ഞങ്ങൾക്ക് 6:30 ട്രെയിൻ. ബട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, കാരണം തലേദിവസം പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആർക്കും ഉറക്കമില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ എണീച്ച് കാപ്പി, ഞങ്ങൾ എന്ന് പറയുന്നില്ല, അമ്മയും ആൻറ്റിയൊക്കെ എണീച്ച് രാവിലെ കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും രാവിലെ തിരിച്ചു. അന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം നല്ല വിശപ്പുണ്ടായിരുന്നു. 6:30 എണീച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇടയിൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ രാവിലത്തെ ആ ഒരു കഴിക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ പൊതിച്ചോറാണ് കേട്ടോ. ചോറും അവിയലും തോരനും മീൻ വറുത്തതും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ എനിക്കൊന്നും ഞാൻ ചപ്പാത്തി എന്തോണം കഴിച്ചത്, അതും എടുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ആ ട്രെയിനിലെ ഇഷ്യൂ ആയിരുന്നു, ഞാൻ പറഞ്ഞ ആ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഇത് Day 3 ആണേ. അങ്ങനെ ഞങ്ങൾ നേരെ ഗോരഖ്പൂർ എത്തി. ഏകദേശം എനിക്കൊന്ന് വൈകുന്നേരമായി ഞങ്ങളവിടെ എത്തിയ ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 വണ്ടി പിടിച്ചിട്ട് ഞങ്ങൾ നേരെ ബോർഡറിലേക്ക് വിട്ടു. നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി കഴിച്ചിരുന്നു. ആ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കഴിച്ചിട്ട് ഞാൻ അങ്ങനെ നേരെ കയറി വണ്ടിയുടെ ബാക്കിലിരുന്നിട്ട് പാട്ടൊക്കെ കേട്ട് ഏകദേശം അവിടെ എത്തിയെന്ന് മനസ്സിലായത് ഞങ്ങളുടെ എല്ലാവരുടെയും സിമ്മ് കട്ടായി, നെറ്റും ഒക്കെ പോയി. അപ്പോൾ പാട്ട് നിന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയെന്നറിഞ്ഞ്. രാത്രിയായി. പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ തന്നെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ചെന്ന് ഫ്രഷായി. ഞാൻ സത്യമായിട്ടും ക്ഷീണം കാരണം അപ്പം തന്നെ ചെന്ന് കിടന്നുറങ്ങി. പിന്നെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ നിന്നില്ല, പറ്റിയില്ല. അവിടെ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ കേട്ടോ, കാരണം ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുൾ സെക്യൂരിറ്റി ചെക്കിങ് ആയിരുന്നു. ഇത് Day 4 ആണ്. ഞങ്ങൾ രാവിലെ 6:30 എന്തോ എണീച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന്, അതായത് സൊനോലിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചത്. എനിക്ക് തോന്നുന്നു 200 എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ടാണ് ഇനി ബാക്കി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണേണ്ടത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമായിരുന്നു. നമുക്ക് കേരളത്തിൽ തന്നെയാണ്, ബിൽഡിങ്സ് കാണുമ്പോഴല്ല കേട്ടോ, സ്ഥലം അത്യാവശ്യം നല്ല പച്ചപ്പും ഹരിതവും ഒക്കെ ആയിരുന്നു. ഞാൻ അച്ഛനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയും ചെയ്തത് കേരളമാണോ അതോ നേപ്പാളാണ് വന്നതെന്നുള്ളൊരു തോന്നലില്ല. പിന്നെ ആൾക്കാരെയും അവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ തോന്നും, പക്ഷേ എന്നിരുന്നാലും ഫുള്ള് ഏകദേശം നമ്മുടെ അവിടെയൊക്കെ പോലെ തന്നെയാണ്. പിന്നെ നല്ല അടിപൊളി റോഡായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ റോഡിൻ്റെ കാര്യം ഞാനിങ്ങനെ ഇരുന്ന് പറയുന്ന കേട്ടിട്ടാണ് ഞങ്ങളുടെ ഡ്രൈവർ പുള്ളിക്കാരൻ പറഞ്ഞു കുറച്ച് ദൂരമേ ഉള്ളൂ റോഡിൻ്റെ ഭംഗി. കാരണം അവിടെ അത്യാവശ്യം ഭൂമി ഒലുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റോഡൊക്കെ ഇടിഞ്ഞ് വീണതിന് ശേഷം അവരിപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു. വേറെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല കുണ്ടും കുഴിയും ഉണ്ടായിരുന്നു റോഡിൽ. പിന്നെ നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് ഓട്ടിച്ചു. വലിയ കുണ്ടും കുഴിയിലൊന്നും കൊണ്ടിറക്കാണ്ട് തട്ടിമുട്ടിയൊക്കെ പോയി. പിന്നെ ഈ വണ്ടി പറയാണ്ടിരിക്കാൻ കേട്ടോ, നമ്മുടെ മലയാള സിനിമയിലൊക്കെ മറ്റേ മലേഷ്യയിലൊക്കെ ചെല്ലുമ്പോൾ നായികയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നില്ല, അതുപോലത്തെ ഒരു വണ്ടിയാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ഇട്ടേക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഫുൾ AC ആയതുകൊണ്ട് തന്നെ പൊടി അടിച്ചില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണാം, നല്ല പൊടിയായിരുന്നു. കാരണം പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു വൈറ്റിഷ് കളറിലുള്ളൊരു പൊടിയാണ്. കംപ്ലീറ്റ് ലോറിയും കാര്യങ്ങളും വണ്ടികളും പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പൊടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പൊടിയൊന്നും അടിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ രാവിലെ കാപ്പി കുടിക്കാൻ ഇറങ്ങി. കാപ്പി കുടിക്കാൻ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു, ആഹാരം എങ്ങനെ ഉണ്ടായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇവിടെ ഈ വട്ടത്തിൽ കാണുന്നില്ലേ, ഈ സംഭവമാണ് കേട്ടോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ കിട്ടിയത്. എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് വിചാരിച്ചത് എന്താ ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കണ്ടോ, ഇത് എൻ്റെ അച്ഛനാണ് കേട്ടോ ബ്ലാക്ക് ടീ ഷർട്ട് ഇട്ടേക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന അങ്കിളാണ്.
ഞങ്ങളുടെ നേപ്പാളി അങ്കിൾ, അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അച്ഛൻ ആർമിയിലായിരുന്നു, അപ്പം അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അങ്കിളാണ്. ഈ അങ്കിളൊക്കെ കാരണമാണ് ഞങ്ങൾ നേപ്പാളിലേക്ക് എത്തിയത്. പിന്നെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ ഈ ബോട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മിനിയേച്ചർ വെർഷനിൽ അവിടെ വെച്ചേക്കുന്നത് കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയത് ഈ ഗ്രീൻ പീസ് കറിയും ഈ മധുരം ഇല്ലാത്ത ഉണ്ണിയപ്പം, അങ്ങനത്തെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ അതിന്. പക്ഷേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മധുരം ഇല്ലാത്ത നമ്മുടെ ഉണ്ണിയപ്പം കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ ഞാനവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ചോദിച്ചു, ഇതിൻ്റെ വീഡിയോ എടുക്കണോ, ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണോ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരിയോട് പറഞ്ഞു. അങ്ങനെ എടുത്താണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അരിപ്പൊടി, പിന്നെ മറ്റേ എന്താ ഏലക്ക പോലെ എന്തൊക്കെയോ സാധനങ്ങൾ പൊടിച്ചിട്ട് ഞാനത് മറന്നു കേട്ടോ. അരിപ്പൊടി ഉണ്ട് എന്തായാലും. പിന്നെ മറ്റത് കറക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ ഗ്രീൻ പീസ് കറിയായിരുന്നു. ഏകദേശം മസാലയും സെയിം ആയിരുന്നു. എനിക്ക് അപ്പോൾ അവിടെ ചെന്നിട്ടും വലിയ ഫുഡിന് എനിക്ക് മാറ്റമായിട്ട് തോന്നില്ല. മൊത്തം കഴിച്ചാലും എനിക്ക് ഫുഡിന് അങ്ങനെ വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. എനിക്ക് നമ്മുടെ സാധാരണ നോർത്ത് സൈഡിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഓവർ മസാലയും കാര്യങ്ങളായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കും പോലത്തെ ഫുഡായിരുന്നു. ഇനി ബാക്കിയുള്ളിടത്ത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിച്ചിടത്തെല്ലാം സാധാ സട്ടിലായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇതെനിക്ക് വേണ്ടിയിട്ട് ആ ചേച്ചി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി തന്നു, ഉണ്ടാക്കി കാണിച്ചു തന്നു. കഴിച്ചിട്ട് പിന്നെ നേരെ ഇറങ്ങിയതിന് ശേഷം കുറേ നേരം ഒരു ട്രാഫിക്കിൽ പെട്ട് കിടന്നു കേട്ടോ. ബ്ലോക്കായിരുന്നു, കുറേ നേരം ഞങ്ങൾ പിടിച്ചിട്ടിരുന്നു. കാരണം എന്തോ അവിടെ ഓരോ സൈഡിൽ കൂടെ വണ്ടി വിട്ടുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സൈഡിലെ വണ്ടി കുറച്ചായിട്ട് വിട്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞങ്ങളുടെ ഈ ഫ്രണ്ടിൽ കയറി പോകുന്ന ഈ വണ്ടി ഞങ്ങളുടെ ബാക്കിൽ നിന്ന് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറിപ്പോയത്. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടല്ലേ എന്ന്. ക്യൂവിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി. പിന്നെ നമ്മുടെ ആ പുള്ളിക്കാരൊന്നും പറഞ്ഞില്ല. പിന്നെ പോകുന്ന വഴിയൊക്കെ പിന്നെ മലയും കുന്നും കാടും ഭയങ്കര രസമായിരുന്നു. ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക് കാശ്മീർ വന്നപ്പോഴാട്ടോ. പിന്നെ ഈ ഒരു സത്യമായിട്ടും ഈ മല കുന്നൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായത്. നമ്മുടെ ഇവിടെ കേരളത്തിലുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വണ്ടിയിരുന്ന് പോകുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങി, ഒരുപാട് കിടന്നുറങ്ങി. അപ്പോൾ എന്താ ഈ അച്ഛൻ്റെ ഫ്രണ്ടും ഒക്കെയാണ് വിളിച്ചിട്ട് പറഞ്ഞത് വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം ഇരുന്ന് വീഡിയോ എടുത്തത്. അതിനുശേഷം ഞാൻ വീണ്ടും കിടന്നുറങ്ങി. കാരണം എനിക്ക് കുറേ നേരം ഉണർന്നിരിക്കുമ്പോൾ എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഏതെങ്കിലും വണ്ടി കയറി കഴിഞ്ഞാൽ ഞാൻ ഉടനെ കിടന്നുറങ്ങും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നെപ്പോലെ വണ്ടി കയറിയ ഉടനെ തന്നെ വൊമിറ്റിംഗ് ടെൻഡൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ കഴിക്കാറിങ്ങി കേട്ടോ. ചോറ്, ചപ്പാത്തി, പിന്നെ അച്ചാർ, ഡാൽ കറി, പിന്നെ തോരൻ പോലെ എന്തോ ഐറ്റംസ്, സാലഡ്, എന്തൊക്കെയോ ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ അതിനുശേഷം വന്ന് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഡേ നമ്മൾ ട്രാവലിംഗ് മാത്രം ആക്കണ്ടെന്ന് കരുതിയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോയതാട്ടോ. മനോകാമന എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം. അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. നമുക്കിവിടെ നിന്ന് പോകുമ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നുന്നെങ്കിൽ അവിടെ ഉള്ളവർക്ക് അത് ഭയങ്കര വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ് പറഞ്ഞത് കേട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഈ പോകുന്ന വഴിക്കും ആൾക്കാരും ഒക്കെ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനീ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ, നടക്കുമോ ഇല്ലേ നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങളന്ന് ചെന്നതിൻ്റെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ടിക്കറ്റ് എടുക്കാനും മുകളിൽ തൊഴാനും. മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 കിലോമീറ്ററോളം ഉണ്ട്. നമ്മുടെ ഈ താഴ്ഭാഗവും അങ്ങ് മുകളിലാണ് അമ്പലം ഇരിക്കുന്നത്. ഒരു മലയുടെ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കേബിൾ കാറാണ് ത്രൂ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 1 വേക്ക് ഇത്ര, 2 വേക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പൈസ ഉണ്ട്. എന്താ 1 വേ 2 വേ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ചില ആൾക്കാർ അവിടെ ചെന്നിട്ട് അവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക് പോകുമ്പോൾ. അപ്പം അങ്ങനെ പോയിട്ട് നിൽക്കുന്നവരുണ്ട്. നമ്മൾ പിന്നെ 2 വേ ആണ് എടുത്തത്, നമുക്ക് തിരിച്ച് ഇറങ്ങണമായിരുന്നു, അതുകൊണ്ട് നമ്മൾ 2 വേ ആണ് എടുത്തത്. ഇതാട്ടോ കേബിൾ കാറിൻ്റെ ടിക്കറ്റ്. ഞങ്ങൾ പിന്നെ കേബിൾ കാറിൻ്റെ അവിടെ കയറാൻ നേരത്ത് കുറച്ച് സ്പീഡിലാണ് കയറേണ്ടത്. അപ്പോൾ നമ്മൾ അമ്മമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരി പാടായിരുന്നു. പിന്നെ നമ്മളത് എവിടുന്ന് കേട്ടോ കയറിയത്. ഞാൻ പിന്നെ കയറിയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു എവിടെയാണ് അമ്പലം എവിടെയാണ്. പിന്നെ കൂടെ ഇരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തന്നെ ഇത് ഏകദേശം 5 കിലോമീറ്ററോളം ഉണ്ട്. 2.8 കിലോമീറ്ററാണ് ഈ കേബിൾ കാർ. അപ്പം നമുക്ക് അത്യാവശ്യം ഇച്ചിരി ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരു
ഒരു നിശ്ചിത സ്പീഡിൽ മാത്രമേ അത് പോകുന്നുള്ളൂ. സ്ലോ ആയിരുന്നു അത്യാവശ്യം. ഞാൻ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ അതിൽ ഇരുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും കൊണ്ട് അത് നോക്കിയില്ല. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ നോക്കി നല്ല സ്ലോ ആയിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് 2x ഇട്ടിട്ട് കുറച്ച് സ്പീഡായിട്ട് പ്ലേ ചെയ്യണേ. പക്ഷെ ഞാൻ എത്രയൊക്കെ പോയിട്ടും എന്താ ഇത് എവിടെയാ അമ്പലം എന്നുള്ളത് കാണുന്നില്ല. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പയ്യേം കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ചധികം ദൂരം തോന്നിച്ചു. 2.8 കിലോമീറ്റർ അല്ല, അതിൽ കൂടുതൽ തോന്നിച്ചു. നിങ്ങൾക്ക് ഇതിൽ കൂടെ കണ്ടാൽ തന്നെ അറിയാം. പല പല സ്ഥലമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല താഴ്ചയുണ്ട് കേട്ടോ, അത്യാവശ്യം തന്നെ നല്ല താഴ്ചയുണ്ട്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അപ്പുറത്തൂടെ കണ്ടിട്ടിറങ്ങുന്നവർ പോകുന്നുണ്ട്, അപ്പുറത്തെ കേബിൾ കാറിൽ കൂടെ. നമ്മളിവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ അവിടുത്തെ 2 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ കേബിൾ കാറിൽ. അപ്പോൾ അവരെ നമ്മളോട് പറഞ്ഞു തന്നത് അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിൽ ഭയങ്കര വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കാനും എന്നൊക്കെ. പിന്നെ അത് ഇവിടെ കയറിയതിന് ശേഷം നല്ല സ്ലോ ആയിരുന്നു, അത്യാവശ്യം നല്ല രീതിക്ക് സ്ലോ ആയിരുന്നു. കാരണം ഒരു കുത്തനെ കയറ്റം, അത് കണ്ടാൽ തന്നെ സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് പേടിക്കും. കാരണം താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തോ ഏറി നിൽക്കുന്നതാണൊക്കെ തോന്നത്തുള്ളൂ. നല്ല കയറ്റമായിരുന്നു. ഞാനിതിപ്പോൾ ഇത്തിരി സ്പീഡിൽ കൊണ്ടുപോകുന്നുണ്ട് വീഡിയോ, പക്ഷേ നല്ല സ്ലോ ആയിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങ് ഇവിടെ കയറിയതിന് ശേഷം അങ്ങ് സ്മൂത്തായിട്ട് പിന്നെ അങ്ങ് പോയി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് നടക്കാനായിരുന്നു, കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഈ ഗേറ്റ് കടന്നിട്ട് അങ്ങോട്ട് എന്തോ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലോട്ട് ഇറങ്ങി ഒരു അമ്പലത്തിലേക്ക് പോകണക്കല്ല തോന്നി സത്യം പറഞ്ഞാൽ. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലോട്ട് പോകുന്നൊരു ഫീലായിരുന്നു. കാരണം കംപ്ലീറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വലതും ഇടതും ഒക്കെ കംപ്ലീറ്റ് കടകളായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എല്ലാ ഹോട്ടലുകളുടെ ഫ്രണ്ടിലും നമ്മുടെ ലിക്കർ ബോട്ടിലുണ്ടായിരുന്നു. നേരത്തെ കാണിച്ചെന്ന പോലത്തെ ലിക്കർ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പലത്തിൻ്റെ അവിടെയും നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഓരോ കാര്യങ്ങളും ഭയങ്കര നല്ല കൗതുകത്തോടു കൂടിയാണ് ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ അമ്പലത്തിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, അതായത് പൂജയ്ക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും അതുണ്ടായിരുന്നു. പിന്നെ വള, മാല, കമ്മൽ, പിന്നെ അവിടുത്തെ സ്വീറ്റ്സ്, അതായത് നമ്മുടെ ഇവിടുത്തെ അരി പൊരി പോലത്തെ കുറേ സാധനങ്ങൾ അവിടുത്തെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. നമ്മൾ ഇവിടുത്തെ ഒരു 2 ഇരട്ടി വില പ്രതീക്ഷിച്ചുകൊണ്ട് പോയാൽ മതി. നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങില്ല കേട്ടോ. നമ്മൾ ഇനി പോകുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. കാരണം നല്ല വില പറയുന്നതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ അതിന് പറ്റിയ സാധനം നമുക്ക് ഇത്ര വില കൊടുത്ത് മേടിക്കാം എന്ന് പറ്റിയ സാധനങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ വളയും മാലയും കമ്മലൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും വാങ്ങിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ കാണാൻ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാം കൂടെ കാണാനായിട്ട്. പിന്നെ കംപ്ലീറ്റ് ഒരു ഒറ്റ സ്ട്രെയിറ്റ് ഒരു റോഡായിട്ടല്ല, സ്റ്റെപ്സ് ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അങ്ങനെയൊക്കെ ആയിരുന്നു, വളവും തിരിവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ അമ്പലം. അമ്പലത്തിൻ്റെ അവിടെ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ അകത്ത് ചുറ്റിന് നിൽക്കുന്ന ആൾക്കാർ ക്യൂ നിൽക്കുക അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അകത്ത് കുഞ്ഞൊരു സ്പേസാണ്, പക്ഷെ അവിടെ കയറാൻ വേണ്ടിയിട്ട് പൂജയും നേരത്തെ അവിടെ കാണിച്ച ആ ഒരു പ്ലേറ്റ് പോലത്തെ സംഭവത്തിൻ്റെ അകത്ത് തേങ്ങയും പിന്നെ അരിപ്പൊരി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, പൂജയ്ക്കും ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മൾ പിന്നെ അകത്ത് കയറിയില്ല, നമ്മളിവിടെ നിന്ന് പുറത്ത് തൊഴുതിട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഓരോ പാർട്ടായിട്ട് ഞാനിങ്ങനെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.